അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുർ റാബിയ, 4ാമത്തെ പാഠം. വ അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. ഒരാൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ കടൽ യാത്ര ചെയ്യുന്നവരാണ്. കുറച്ചു വെള്ളം മാത്രമേ കൂടെ ഉണ്ടാകാറുള്ളൂ. ആ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ദാഹിച്ചവശരാകും. കടൽ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, കടൽ വെള്ളം തഹൂറാണ്. കടൽ ജീവികളുടെ ശവങ്ങൾ ഹലാലുമാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തഹൂറായ വെള്ളം. ഇതിനെ മുത്തലക്കായ വെള്ളം എന്നും പറയും. എന്നാൽ നാരങ്ങ നീര് പോലെയുള്ള വസ്തു കലർന്ന് വെള്ളമെന്ന് പറയാൻ പറ്റാത്ത വിധം ഗുണവ്യത്യാസമുണ്ടായാൽ അത് തഹൂറായ വെള്ളമല്ല. അതിനാൽ അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. അപ്രകാരം ഗുണവ്യത്യാസമുണ്ടായിട്ടില്ലെങ്കിൽ അതുപയോഗിച്ച് ശുദ്ധി ചെയ്യാവുന്നതാണ്. കരിക്കിൻ വെള്ളം, പനിനീർ വെള്ളം തുടങ്ങിയ ത്വാഹിറായ വെള്ളവും ശുദ്ധീകരണത്തിന് പറ്റില്ല. സ്വയം ശുദ്ധിയുണ്ടെങ്കിലും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ അവയ്ക്ക് കഴിയില്ല. എന്നാൽ കെട്ടിനിന്നതുകൊണ്ടോ സമീപത്തെ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീണതുകൊണ്ടോ മരത്തടി പോലുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ടോ കുളച്ചണ്ടി, മണ്ണ് തുടങ്ങിയവ കലർന്നോ ഗുണവ്യത്യാസമുണ്ടായാൽ കുഴപ്പമില്ല. അത് തഹൂറായ വെള്ളം തന്നെയാണ്. മുസ്തഅമലായ വെള്ളം തഹൂറല്ല. ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമൽ. വുളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലാണ്. അതിനാൽ അതുപയോഗിച്ച് കൈ കഴുകാൻ പാടില്ല. വെള്ളം 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ മുസ്തഅമലാവുകയുള്ളൂ. എന്നാൽ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഇഗ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ അത് മുസ്തഅമലാവുകയില്ല. മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളത്തിന് നാരങ്ങ നീര് കലർന്ന വെള്ളത്തിന്റെ വിധിയാണ്. അഥവാ വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. എന്നാൽ 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ മുസ്തഅമലായ വെള്ളം കലർന്നാൽ പ്രശ്നമില്ല. ഏകദേശം 191 ലിറ്റർ വെള്ളമാണ് 2 കുല്ലത്ത്. അഥവാ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം നിറയെയുള്ള വെള്ളം 2 കുല്ലത്തുണ്ടാകും. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസായാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. 2 കുല്ലത്ത് വെള്ളത്തിൽ നജസായത് കാരണം വെള്ളത്തിന്റെ നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാലും ശുദ്ധീകരണത്തിന് പറ്റില്ല. എന്നാൽ 2 കുല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളത്തിന്റെ ഗുണവ്യത്യാസം ഇല്ലാതായാൽ അതുപയോഗിച്ച് ശുദ്ധീകരണം നടത്താവുന്നതാണ്. നിങ്ങൾ ഈ പാഠം നന്നായി വായിച്ച് പഠിക്കുക. ഈ പാഠത്തിൽ നമ്മൾ തഹൂറായ വെള്ളം, ത്വാഹിറായ വെള്ളം, മുസ്തഅമലായ വെള്ളം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇഗ്തിറാഫ്, വെള്ളം കോരിയെടുക്കൽ. മുത്ലഖ്, തഹൂർ. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. തഹൂറായ വെള്ളത്തിന് ഡേഷ് എന്നും പേരുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുത്തലക്കായ വെള്ളം. തഹൂറായ വെള്ളത്തിന് മുത്തലക്കായ വെള്ളം എന്നും പേരുണ്ട്. 2. വുളൂഇൽ ഡേഷ് കഴുകിയ വെള്ളം മുസ്തഅമലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുഖം. വുളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലാണ്. 3. 2 കുല്ലത്ത് വെള്ളം ഏകദേശം ഡേഷ് ലിറ്ററാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 191. 2 കുല്ലത്ത് വെള്ളം ഏകദേശം 191 ലിറ്ററാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1 ത്വാഹിർ, 2 മുസ്തഅമൽ, 3 2 കുല്ലത്ത്, 4 തഹൂർ. ഇപ്പുറത്ത് നമുക്ക് അതിന്റെ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എടുത്ത് എഴുതേണ്ടത്. എ. സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും മറ്റും ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. ബി. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. സി. ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചത്. ഡി. 1.25 മുഴം നീളവും
വീതിയും ആഴവുമുള്ള പാത്രം നിറയെ ഉള്ളത്. ഒന്ന് ത്വാഹിർ, അതിന് ശരിയായത് ബി. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. രണ്ട് മുസ്തഅ്മൽ, അതിന് ശരിയായത് സി. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചത്. മൂന്ന് രണ്ട് കുല്ലത്ത്, അതിന് ശരിയായത് ഡി. 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള പാത്രം നിറയെ ഉള്ളത്. നാല് തഹൂർ, അതിന് ശരിയായത് എ. സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും മറ്റും ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. ബി സി ഡി എ. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആ ലെറ്റർ അവിടെ എടുത്ത് എഴുതുക. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഏതാണ് തഹൂറായ വെള്ളം? ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തഹൂറായ വെള്ളം. രണ്ടാമത്തെ ചോദ്യം, വെള്ളം മുസ്തഅ്മലാകും എപ്പോൾ? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചാൽ ആ വെള്ളം മുസ്തഅ്മലാകും. മൂന്നാമത്തെ ചോദ്യം, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്തഅ്മലാകില്ല എപ്പോൾ? ഉത്തരം 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഇഗ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ അത് മുസ്തഅ്മലാകില്ല. നാലാമത്തെ ചോദ്യം, മുസ്തഅ്മലായ വെള്ളം കലർന്ന വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? ഉത്തരം വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. അഞ്ചാമത്തെ ചോദ്യം, മുസ്തഅ്മലായ വെള്ളം കലർന്നാൽ പ്രശ്നമില്ല ഏതു വെള്ളത്തിൽ? ഉത്തരം 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ. ആറാമത്തെ ചോദ്യം, 2 കുല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? ഉത്തരം 2 കുല്ലത്ത് വെള്ളത്തിൽ നജസായത് കാരണം വെള്ളത്തിന്റെ നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് വുളൂ ചെയ്യുന്ന രൂപം ചെയ്ത് കാണിക്കുക. അപ്പൊ ഇത് എഴുതേണ്ട വർക്കല്ല, നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ട വർക്കാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.